ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം, ശാന്തി, സമാധാനം, എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഇന്ന് ഭാഗവത്തിലെ അല്പം കീർത്തനം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അഗമേ വിലസുക നാരായണ ജയ കരുണാകരനാം ശ്രീനാരായണൻ അരുളിയിടും നിജ സായുജ്യത്തെ ഒരു ഫലമുണ്ടോ 10,000 ഒരു ചത്തു പിറന്നാൽ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വച്ചേൻ ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. നമുക്കിന്ന് ശ്രീ പരീക്ഷത്തിന് സർപ്പം കടിച്ച് മരിക്കാനുണ്ടായ ബ്രാഹ്മണ ശാപം അതെന്താണെന്നാണ് അറിയേണ്ടത്. അതാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. ശൗനകൻ ശുഗമഹാമനടുത്ത് ചോദിക്കുന്നതാണ്. ശൗനക മഹർഷിമാർ യാഗം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ശുഗമഹാമനിയേക്കാൾ സൂത പൗരാണികൻ എന്ന് പറയും. വേദവ്യാസ മഹാമനുടെ ശിഷ്യൻ മകനായ സൂത പൗരാണികൻ, അത് ശൗനക മഹാമനെന്നും ശുഗമഹാമനെന്നും പറയും. ശൗനകൻ എന്ന് പറയുന്നത് അവർ യാഗം കഴിച്ച കുറേ മഹർഷിമാരാണ്. അവരാണ് ചോദിക്കുന്നത്, ഈ പരീക്ഷത്തിന് എന്താ ഇങ്ങനെ സർപ്പം കഴിക്കാനുള്ള ഈ ശാപങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ അറിയണം എന്ന് പറഞ്ഞ്. അതൊക്കെയാണ് നമുക്ക് വായിക്കാനുള്ളത്. നമ്മളവിടെ ഗംഗാതീരത്ത് പോയിരുന്ന ദേഹത്യാഗമൊക്കെ ചെയ്തപ്പോഴാണ് ഇതിനെപ്പറ്റി ചോദിക്കുന്നത്. ആരാണ് പരീക്ഷത്ത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ വായിച്ചില്ലേ, അവിടെ ശ്രീശുഖനെ ഗുരുവാക്കി ബ്രഹ്മജ്ഞാനമൊക്കെ ഗ്രഹിച്ച് നിർമ്മല ആനന്ദം കൊണ്ട് ഭഗവത് കഥകളൊക്കെ മനസ്സിലാക്കി സംഘാതി ദോഷങ്ങൾ, ഈ കെട്ടായി നമ്മുടെ ലോകത്തിനുള്ള കെട്ട്, സംഘം, മമത, എൻ്റേതെന്നുള്ള എൻ്റെ ഭാര്യ, വീട്, രാജ്യം, ഇതൊക്കെ സംഘം, അതിൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റി എന്തു വന്നു? മുക്തനായി ദേഹത്യാഗം ചെയ്തു ഗംഗാതീരത്ത് പോയിരുന്നു. അത് നമ്മൾ ഇന്നലെ വായിച്ചത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി. അപ്പോൾ അവർ ചോദിക്കുന്നു, ഇതെന്താ ഇങ്ങനെ വരാനുള്ള കാരണം, എന്നെങ്ങനെയാണ് ശാപമൊക്കെ വന്നത്? അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇങ്ങനെ കേട്ട നേരം ശൗനകൻ സൂതൻ തന്നോട് എങ്ങനെ ശുഗൻ നൃപാശരനാ ചമഞ്ഞതും, ശുഗമഹാമനി എങ്ങനെയാണ് അദ്ദേഹത്തിന് ഗുരുവായി തീർന്നത്, മന്നവൻ ആത്മജ്ഞാനം അങ്ങ് ഉപദേശിച്ചതും അന്യൂന ഭക്തിയാ ഭഗവത് കഥ കേൾപ്പിച്ചതും. അപ്പൊ ഈ രാജാവാണല്ലോ മന്നവന് ആത്മജ്ഞാനം ഇങ്ങനെ ഉപദേശിക്കാനുള്ള ഇത് വരുന്നത് ഒരു രാജാവല്ലേ. അപ്പോൾ അത്രത്തോളം ഒരു രാജാവിന് കിട്ടണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും നന്നായി വേണമല്ലോ. അതുകൊണ്ട് അത് ഭക്തിയാ ഭഗവത് കഥ എങ്ങനെ കേൾപ്പിച്ചതല്ല എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഇത് ഞാനിങ്ങനെ മനസ്സിലാക്കി പറയുന്നത് വെച്ചാൽ, എനിക്ക് ഇന്നലെ ഞാൻ പറയില്ലേ ഒരു മകള്, കാരണം ആ മകൾ ചിന്തിക്കുന്നത് എന്താണ്, പുതിയ മക്കൾ ഇനിയും ഇതിനകത്ത് കാണും. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കരുതില്ല. അതായത് ഈശ്വരൻ നമ്മൾക്ക് ഓരോ വഴി കാണിച്ചത് ഭക്ത മക്കളോടെയാണ്. അങ്ങനെ എനിക്ക് നിർമ്മല പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാനിതിപ്പോൾ പറയാതങ്ങ് പോയേനെ. കാരണം ഞാൻ ചിന്തിക്കുന്നില്ല ഇത് ഈ പുതിയ മക്കളും കാണാനുണ്ടെന്ന്. ഞാനില്ല പഴയ മക്കൾക്ക് വേണ്ടി ഇത് ഇടുന്നെങ്കിലും ഇതിനകത്ത് ഇത് കാണാൻ പുതിയതായിട്ടും മക്കൾ കാണുമല്ലോ. അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാകണ്ടേ.
അതിനുവേണ്ടി ആ മകൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായി, എൻ്റെ ഭഗവാൻ തന്നെ എനിക്കത് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് മനസ്സിലാകത്തക്കോണം ഇടയ്ക്കിടയ്ക്കൊന്ന് പറയാം. അപ്പോൾ മന്നവൻ ആത്മജ്ഞാനം അങ്ങ് ഉപദേശിച്ചതും ഈ മഹാമുനി ഇതൊക്കെ കൊടുക്കാനുള്ള കാരണം അന്യുന ഭക്തിയാ ഭഗവത് കഥ കേൾപ്പിച്ചതും സന്ദേഹമൊഴിച്ചു ചൊൽകെന്ന് അതു കേട്ട നേരം വന്ദിച്ചു ശൗനകജനോട് സൂതനും ചൊന്നാൻ. ശൗനക മഹർഷിമാരുടെ അടുത്ത് ശുഗമഹാമുനി, ഇത് രണ്ടുപേരും പേരൊന്നുപോലെ ഇരിക്കും. ശൗനകന്മാരെന്ന് പറഞ്ഞാൽ അവർ യാഗം ചെയ്യുന്ന ഗംഗാതീരത്ത്, അവരാണ് ഈ സംശയങ്ങളെല്ലാം ശുഗമഹാമുനി സൂത പൗരാണികരെന്നും ശുഗമഹാമുനിയെ പറയും. ശുഗൻ എന്ന് പറയുന്നത് വേദവ്യാസ മഹാമുനിയുടെ മകനാണ്. അതാണ് നമുക്കെല്ലാം അവിടെ നിന്നാണ് ഇങ്ങോട്ട് ചുവട് വന്നേക്കുന്നത്. ഈ ശുഗമഹാമുനിൽ നിന്നാണ് ഈ ഇതെല്ലാം നമുക്ക് കിട്ടിയേക്കുന്നത്. ശിഷ്യനായ വേദവ്യാസന്റെ ശിഷ്യനാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശൗനകാദി മഹർഷിമാർ ഈ ശുഗമഹാമുനിയുടെ ചോദിക്കുന്നു, ഇതെന്താ ഇങ്ങനെയൊക്കെ, അതൊക്കെ കേൾക്കണം, പറഞ്ഞു തരൂ. മന്നവൻ അഭിമന്യു നന്ദനൻ രാജ്യം പാലിച്ച് ഉന്നത ഭക്തിയ രാജധർമ്മേണ വാഴും കാലം ചെന്നിതു വയസ്സ് 66 സംവത്സരം. അന്നൊരു ദിനം നായാട്ടിന് പോയി വനം പുക്കാൻ. ഈ പരിഷത്ത് 66 സംവത്സരം രാജ്യഭാരമൊക്കെ നന്നായി നോക്കി. അങ്ങനെ ഇത് ഒരു ദിവസം നായാട്ടിന് പോയി. മധ്യാനാതപമേറ്റു നായാടി ശ്രമിക്കുമ്പോൾ ഇത്രയും വരണ്ടൊരു ജിഹയോടവൻ ഈശൻ സൽക്കാരപൂർവം നമുക്ക് ആരുപോൽ കുറഞ്ഞൊരു പുഷ്കരം തരുവതെന്ന് അന്വേഷിച്ചിടുന്നേരം എനിക്ക് ദാഹിച്ച് ഉച്ചസമയം ആയപ്പോൾ മധ്യാഹ്ന നാക്ക് ജിഹ്വ വരണ്ടുണങ്ങി ആരാ ഒന്ന് സൽക്കരിച്ച് നമുക്ക് അല്പം സൽക്കാര രാജാവല്ലേ, ആരായാലും ചോദിച്ചാൽ നല്ല സൽക്കരിച്ച് വേണം എൻ്റെ കൊടുക്കുക. അങ്ങനെ ഇത്ര നാളുള്ള അനുഭവം. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന ആരാ അല്പം വെള്ളം തരും, നാക്ക് ഉണങ്ങിപ്പോകുന്നല്ലോ. അപ്പോഴെന്തോന്ന്, ഈ പുഷ്കരം വെച്ചാൽ ജലമാണ്, ആരല്പം വെള്ളം തരും കുടിക്കാൻ. കണ്ടിതിങ്ങടുത്തൊരു താപസാശ്രമം തത്ര കുണ്ഠത ഒഴിഞ്ഞ് അതിലുണ്ടൊരു തപോധനൻ. ഒരു ആശ്രമം കണ്ടു, അതിലൊരു തപോധനനും ഉണ്ട് മഹർഷി. യോഗാഭ്യാസവും ചെയ്തു വാഴുന്നു താനേ തന്നെ. വേഗമോടവൻ മുന്നിൽ ചെന്ന് ചോദിച്ചാൻ നൃപൻ. പെട്ടെന്ന് തന്നെ ഇദ്ദേഹം യോഗാഭ്യാസത്തിൽ ഇരിക്കുക, ധ്യാനിച്ച് ലയിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം അറിയുന്നില്ല രാജാവ് അവിടെ ചെന്നെന്ന്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്ന് നൃപൻ രാജാവ്. അപ്പോഴെന്തു വന്നു, ആരുള്ളതിവിടെ ഞാനിതൊന്നിരിക്കുന്നത്, ആരാനും കുറഞ്ഞൊരു വാരി നൽകുവാനുണ്ട്. ഇവിടെ ആരാ ഇരിക്കുന്നത്, എനിക്കല്പം വാരി അല്പം വെള്ളം തരാനുണ്ടോ? കേവലം നരവരൻ ഈ വണ്ണം ചോദിച്ചത് താപസൻ സമാധിയിൽ ഉറപ്പിച്ചിരിക്കയാൽ കേട്ടതില്ലത് തന്നെ ധിക്കരിക്കയാൽ അത്രേ കൂട്ടാക്കായ്വതിന് എന്നതോ തുടർന്ന് നോക്കുന്നേരം അദ്ദേഹം വിചാരിച്ചു, ഞാൻ ചോദിച്ചിട്ട് ധിക്കരിച്ചിട്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത്. രാജാവ് മഹർഷി ഈ മുനി ധ്യാനത്തിലിരിക്കുക, അറിഞ്ഞില്ല രാജാവ് ചെന്നത്. പക്ഷെ രാജാവ് എന്താ ധരിച്ചത്, ധ്യാനമൊക്കെ ഇങ്ങനെ അങ്ങ് ഉണ്ടോ, അങ്ങനെ അറിയാതിരിക്കാൻ പറ്റുമോ? അയാൾക്ക് രമിക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ. രമിക്കുക വെച്ചാൽ ഈ പുറമേ ഉള്ള ഒന്നും അറിയാതിരുന്ന് ലയിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ ആര് വന്നെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോൾ രാജാവ് എന്ത് ധരിച്ചു, എന്നെ ധിക്കരിച്ച് എനിക്ക് വെള്ളം തരാത്തതാ എന്ന് കരുതി കൂട്ടാക്കാവതിനെന്നതോർത്തുടൻ നോക്കുന്നേരം മുമ്പിലങ്ങ് അവിടെ കാണാകിയ മൃതസർപ്പം, ഒരു ചത്ത് കിടന്നൊരു പാമ്പ്. വില്ല് കൊണ്ടെടുത്തുടൻ ചുമലിലിട്ടിടി ഞാൻ എടുത്ത്. അയാൾക്ക് ദേഷ്യം വന്ന്, ആർക്കാ, രാജാവിന്. വെള്ളം ചോദിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന കാരണം അടുത്തൊരു ചത്തൊരു പാമ്പ് കിടന്ന് അതിനടുത്ത് ഇദ്ദേഹത്തിൻ്റെ ചുമലിൽ ഈ ധ്യാനിച്ചിരിക്കുന്ന മുനിയുടെ തോളിലിട്ട് കൊടുത്തു. താപസൻ അതും ചുമന്നിരിക്കുന്നേരം പശ്ചാത്താപമാനസനായ ഭൂപതി മന്ദം മന്ദം സേനയാ സാഗം നിജ രാജധാനിക്കു നടന്നാൻ. അത് കണ്ടാൻ കൃശനെന്ന മാമുനി സുതൻ. വേറൊരു മാമുനിയുടെ മകൻ ഇത് കണ്ട് ഈ പാമ്പിൻ്റെ അടുത്ത് മുനിയുടെ ദേഹത്തിട്ടിട്ട് ഇദ്ദേഹം പശ്ചാത്താപത്തോടെ ഇട്ടുകൊടുത്ത ഒരു വിഷമമുണ്ട്. അങ്ങനെ അദ്ദേഹം നടന്ന് അയാൾ രാജധാനിലേക്ക് പോകുന്നത്. സേനാ സാഹസം എന്താണ്, അദ്ദേഹത്തിനെ കൊണ്ടുവന്ന രഥത്തിലൊക്കെയാണല്ലോ, അവർ സേനയായിട്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ പോയി. അപ്പോൾ ഈ കുട്ടി ഇത് കണ്ട് ലോകേശാജ്ഞയാ നാഗം മീവിനെ ശമീകജനാകിയ സഹിയോട് ചൊല്ലിനാൻ പരിഹാസാൽ. അപ്പോൾ കുട്ടി ഇദ്ദേഹത്തിൻ്റെ മകൻ എവിടെയൊക്കെ കളിച്ചിട്ട് ലോകേശാജ്ഞയ നാഗശ സ്വർഗത്തൊക്കെ പോയി കളിച്ചിട്ടൊക്കെ ഈ കുട്ടി എന്തെന്ന് ഇങ്ങനെ വന്ന സമയത്ത് പരിഹസിച്ചുകൊണ്ട് കൂട്ടുകാരൻ കുട്ടി കണ്ട കുട്ടി ഈ മകനോട് പറഞ്ഞു,
താതവൃത്താന്തം കേട്ട് ശൃംഗയും കോപാത് വിഷ്ണുരാധനെ ശപിച്ചു നിന്നിടാൻ മടിയാതെ. വിഷ്ണുരാജ പരീക്ഷത്തിനെ താതനോട് ഈ കാണിച്ച ഈ ദുഷ്ടതരം കണ്ടിട്ട് കുട്ടിക്ക് ദേഷ്യം വന്ന് ശപിച്ചു. സാധുപാലനത്തിന് മുന്നമേ വിധിച്ചൊരു മേദിനി പതികുലജാതന നൃപാധമൻ. സാധുക്കൾക്ക് രക്ഷയ്ക്ക് വേണ്ടി വന്ന രാജാക്കന്മാര്, ഇത് ഇവനൊരു അധമനാണ് എന്ന് കുട്ടി വിചാരിച്ചു. ബോധമെന്നിയേ മമതാതനോട് ചെയ്ത അപരാധ കാരണം ഇന്നേക്ക് 7-ാം നാള് അഹീന്ദ്രനാം തക്ഷകൻ കടിച്ചുടനെത്തുക മരണമെന്ന് അക്ഷണം ശപിച്ചു ചെന്നച്ഛനെ വണങ്ങുവാൻ. കഴുത്തിൽ കിടക്കും കാകോദര ഗുണപം ചെറ്റഴുക്ക് പുരളാതെ എടുത്ത് കളയുമ്പോൾ. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്ത്, ഈ ജനങ്ങളെ രക്ഷിക്കേണ്ട രാജാവ് ഇങ്ങനെ തെറ്റ് ചെയ്തത് ശരിയല്ലല്ലോ. ഈ ബോധമെന്നിയേ, കാരണം അച്ഛനിങ്ങനെ സമാധിയിലിരിക്കല്ലേ, അങ്ങനെയുള്ള അച്ഛനോട് താതനോട് ഈ ചെയ്ത അപരാധം, ഈ ദുഷ്ടത്തരം ഇന്നേക്ക് അത് ക്ഷമിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്നേക്ക് 7-ാം നാൾ തന്നെ തക്ഷകൻ കടിച്ച് ഇദ്ദേഹത്തിന് രാജാവിന് മരണം വരണമെന്നുള്ള ശാപം പെട്ടെന്ന് ക്ഷണം ശപിച്ചു. എന്നിട്ട് അച്ഛനെ ചെന്ന് വണങ്ങുന്നു. അതാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ വണങ്ങുവാൻ കഴുത്തിൽ കിടക്കും കാകോദര കുണപം ചെറ്റഴുക, ഈ പാമ്പ്, ചത്ത പാമ്പിനെ കാകോദര കുണപം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മൃതസർപ്പത്തിനെ എടുത്ത് അഴുക്ക് പുരളാതെ, പിറത്ത് അഴുക്ക് പുരളാതെ പതുക്കെ പൊക്കിയെടുത്ത് കളഞ്ഞു. കഴുത്തിൽ കിടക്കും കാകോദര ഗുണപം ചെറ്റഴുക്ക് പുരളാതെ എടുത്ത് കളയുമ്പോൾ രമിച്ചു സമാധിസ്ഥനാകിയ ശമീകനും ചക്ഷുർഭ്യാം വിഴിച്ചുടനെ നോക്കുന്നേരം. അപ്പോൾ രമിച്ചിരിക്കുന്ന സമാധിയിലിരിക്കുന്ന ആളാണ്, ഒന്നും അറിയുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് ചക്ഷുർഭ്യാം കണ്ണ് രണ്ടും തുറന്ന് മിഴിച്ച് നോക്കുക. എന്താ അവിടെ സംഭവം, മകൻ എന്താ ഇങ്ങനെ വണങ്ങി നിൽക്കുന്നതൊക്കെ ഇങ്ങനെ മിഴിച്ച് കണ്ണൂർ നോക്കുക. ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. പെട്ടെന്ന് കുട്ടി വന്നിങ്ങനെ നിൽക്കുന്ന ഒരു ഉണർന്ന് പെട്ടെന്ന് നോക്കി. അപ്പോൾ എന്താ, നമസ്കാരവും ചെയ്തു തൊഴുതു നിവർന്ന് സംഭ്രമിച്ച ആത്മജനെ കണ്ടെന്തിതെന്ന് അനുക്ഷണം ചോദിച്ചു. അപ്പം എന്താ ഇങ്ങനെ വണങ്ങി നിൽക്കുന്ന അറിയാതെ സംഭ്രമിച്ച ഈ കുട്ടിയെ കണ്ടിട്ട് അനുക്ഷണം ചോദിച്ച്. പിതാവിനോടുണ്ടായ വൃത്താന്തങ്ങൾ ഖേദിച്ചങ്ങുണർത്തിച്ച വാണികൾ കേൾക്കായപ്പോൾ സങ്കടത്തോടെ പിതാവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു രാജാവ് വന്ന് എൻ്റെ കൂട്ടുകാരൻ സഖി പറഞ്ഞു, പിതാവിൻ്റെ ദേഹത്ത് ഇങ്ങനെ ഒരു രാജാവാണ് ഇതെടുത്തിട്ടത്, ഈ ചത്ത പാമ്പിനെ. അങ്ങനെ വൃത്താന്തങ്ങളെല്ലാം പിതാവിനോട് പറഞ്ഞു കേൾപ്പിച്ചു. താപസപ്രവരനും പുത്രനോടുര ചെയ്താൻ. അങ്ങനെ പാമ്പിനെ എടുത്തിട്ടിട്ട് ഈ ശപിച്ച കാര്യം കൂടെ കുട്ടി പറഞ്ഞല്ലോ, എല്ലാ കാര്യവും പറഞ്ഞു. അപ്പോഴ് പിതാവ് എന്ത് ചെയ്തു, പുത്രനോട് പറഞ്ഞു. താപസപ്രവരനും പുത്രനോട് ഉര ചെയ്താൻ. എന്താ പറഞ്ഞത്, നീ പരമാർത്ഥ ഗ്രാഹി അല്ലെന്ന് വന്നിതിപ്പോൾ കേവലം സപ്തവ്യസനങ്ങളാൽ ഓരോ വിധം ഭൂവരന്മാർക്ക് പരിഭ്രമങ്ങളുണ്ടായി വരും. നീ യഥാർത്ഥ പരമാർത്ഥഗ്രാഹി അല്ല, നീ അറിയാതെ കണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് സപ്തവ്യസനങ്ങൾ, ഓരോരോ തരം ഭൂവരന്മാർക്ക്, ഈ രാജാക്കന്മാർക്ക് പലവിധ വിഷമങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് പരിഭ്രമങ്ങളൊക്കെ ഉണ്ടായി വരും. അവർക്ക് എല്ലാ ലോകം രാജ്യം പാലിക്കേണ്ട രാജാക്കന്മാരാണ്. അവർക്ക് പല രീതിയിൽ അവർക്ക് മനസ്സിന് ക്ലേശമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അത് നീ യഥാർത്ഥം മനസ്സിലാക്കാതാണ് ഈ ദുഷ്പ്രവൃത്തി നീ ചെയ്തത്. ഇത് പാപമാണ്. ഭൂവരന്മാർക്ക് പരിഭ്രമങ്ങൾ ഉണ്ടായി വരും, സാധുക്കൾ അവയെല്ലാം അറിഞ്ഞു പൊറുക്കുന്നു. സാധുക്കൾ എന്ന് വെച്ചാൽ എന്താണ്, ഭക്തന്മാർ, സജ്ജനങ്ങൾ. ഈ സജ്ജനങ്ങൾക്ക് പറഞ്ഞേക്കുന്നതാണ് ക്ഷമ. മറ്റുള്ളവർ അങ്ങനെ ആയിപ്പോകും, കാരണം അവർ സാധുക്കളല്ലെങ്കിൽ അവർ പലതും ചെയ്യും. അവർ അറിയില്ല, ഈശ്വരനോടുള്ള സ്നേഹമില്ല. ഈശ്വരൻ്റെ സ്നേഹമുള്ളവർ മാത്രമേ മറ്റുള്ളവരുടെ ദേഷ്യങ്ങളൊക്കെ സഹിക്കാനൊരു ഈ ഭക്തന്മാർക്കുണ്ടാകും. അതുകൊണ്ട് മുനി കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നു, സാധുക്കൾ ഇതൊക്കെ കണ്ട് ക്ഷമിക്കണം, അത് പൊറുക്കണം. അതുകൊണ്ട് ഭൂവരന്മാർക്കാണെങ്കിലോ പരിഭ്രമങ്ങളുണ്ട്, അവർ പലതും ഇങ്ങനെ ചെയ്തെന്നിരിക്കും. സാധുക്കൾ അവയെല്ലാം അറിഞ്ഞു പൊറുക്കുന്നു. ക്രോധിച്ച് ശപിക്കുന്നത് ആചാരമല്ല. ഈ വണ്ണം ഇങ്ങനെ ക്രോധിച്ച് നീ ശപിക്കുന്നത് തെറ്റാണ്, അത് ശരിയല്ല, അത് ആചാരമല്ല. ഭഗവൽ ഭക്തനായ നൃപനെ ശപിക്കയാൽ ഭഗവൽ പ്രസാദവും നമുക്കില്ലെന്നല്ലല്ലീ വരുന്നു. പുനരത് കൂടാതെ സന്തോഷിപ്പാൻ പരനായിക്കൊണ്ട് നമസ്കാരം എപ്പോഴും നാഥ. അങ്ങനെ ഭഗവത് ഭക്തനായ, അത് ഭക്തനാണ് ഈ രാജാവ്, അത് അദ്ദേഹത്തിന് അറിയാം.
അന്നേരം ദാഹിച്ച് വലഞ്ഞുകൊണ്ട് വിഷമം കൊണ്ട് അങ്ങ് ചെയ്തു പോയി. പക്ഷേ അതൊരു നിമിത്തം, അദ്ദേഹത്തിന് ഇത് വേണമായിരുന്നു, ഒരു നിമിത്തം വന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അയാൾ പരമഭക്തനാണ്, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് മോക്ഷം വന്നത്. അതിനൊരു കാരണം വന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ മുനി പറഞ്ഞു, അദ്ദേഹം ഭഗവത് ഭക്തനാണ്, അങ്ങനെയുള്ള നൃപനെ ശപിച്ചാൽ ഭഗവാന്റെ പ്രസാദം നമുക്ക് കിട്ടുകയില്ല. അത് സത്യമായ കാര്യമാണ്. ഒരു ഭക്തൻ, പ്രത്യേകിച്ച് ഭഗവാന്റെ അടുത്തിരിക്കുന്ന ഭക്തന്മാർ, മുനിമാർ ഒന്നുകൊണ്ടും ആരെയും ശപിച്ചുകൂടാ. അത് ഭഗവാൻ അത് ഇഷ്ടമല്ല. അതുകൊണ്ട് അതൊരു കോപം കൊണ്ട് ശപിക്കരുത് ആരും. ഭഗവൻ മയമെന്ന് ഓർക്ക സമസ്തം. സുഖവും ദുഃഖവും എല്ലാം പോയാൽ സമമാണല്ലോ. അതുകൊണ്ട് ക്ഷമിക്കേണ്ടതാണ് മുനിമാർ. അതുകൊണ്ട് ഇത് ഇങ്ങനെ നീ പാടില്ലാത്തതാണ് നീ ചെയ്തത്. അതുകൊണ്ട് ഭഗവത് പ്രസാദം നമുക്ക് ഉണ്ടാകത്തില്ല. വരുന്നു പുനരത് കൂടാതെ സന്തോഷിപ്പാൻ പരനായിക്കൊണ്ട് നമസ്കാരം എപ്പോഴും നാഥ. അദ്ദേഹം ഈ മുനി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഭഗവാനെ ക്ഷമിക്കണമേ, അറിവില്ലാത്ത കുട്ടി ചെയ്തതാണെന്ന് അദ്ദേഹം ഇങ്ങനെ പരനായിക്കൊണ്ട് ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എപ്പോഴും നാഥ. വിരഞ്ഞീവണ്ണം പറഞ്ഞിരുന്ന മഹാമുനി തിരഞ്ഞു ഗൗരമുഖനാകിയ ശിഷ്യോത്തമം വിളിച്ചു രഹസ്യമായി അരുളി ചെയ്തിടിനാൻ. അങ്ങനെ ഗൗരമുഖനാകിയ ഒരു ശിഷ്യനെ വിളിച്ച് ഈ മുനി എന്ത് പറഞ്ഞു? വിളിച്ച് രഹസ്യമായി പറഞ്ഞ്, ഇളച്ചിടരുതു, ഞാൻ പറയുന്നത് കേൾ, നീ പെട്ടെന്ന് വേണം, ഇളച്ചിടുന്ന ഇത് പെട്ടെന്ന് തന്നെ വേണം, ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് ശിഷ്യനോട് ഈ ഗുരുവായ ഈ മുനി പറഞ്ഞു. തെരിക്കെന്ന് ഇപ്പോൾ തന്നെ കുരുക്ഷേത്രത്തെ പ്രാപിച്ചിരിക്കും നൃപനോട് ഈ അവസ്ഥയെല്ലാം ഭവാൻ പരക്കെ അറിയാതെ ചൊല്ലണം, നരവരൻ ധരിക്കും വണ്ണം എന്നങ്ങയച്ചു ഒരളവ് അവൻ. അതായത് ആരോരും അറിയാതെ രഹസ്യമായിട്ട് രാജാവ് അറിയത്തക്കവണ്ണം ചെന്ന് രഹസ്യമായി ചെന്ന് പറയണം ഈ കഥകളെല്ലാം. ഇങ്ങനെ ഒരു ശാപം വന്നു പോയതിന് അതിന് വേണ്ടത് പരിഹാരം ചെയ്യണ്ടേ. അതുകൊണ്ട് ഈ പിതാവായ മുനി ശിഷ്യനെ വിളിച്ച് ഇതുപോലെ പറഞ്ഞു, എത്രയും പെട്ടെന്ന് പരക്കെ ആരും അറിയാതെ രഹസ്യമായിട്ട് രാജാവിനെ മാത്രം പോയി അറിയിക്കണം. അങ്ങനെ രാജാവ് നരവരൻ ധരിക്കും വണ്ണം എന്നങ്ങ് അയച്ചോരളവ് അവൻ. സുരശ്രേഷ്ഠ ആകാരം തോറ്റിരിക്കും പുരമ്പുക്ക് നരശ്രേഷ്ഠനെ കണ്ടുണ്ടായ അവസ്ഥകളെല്ലാം ധരിപ്പിച്ച്. സുരശ്രേഷ്ഠ ആകാരം വെച്ചാൽ ദേവന്മാർ ദേവലോകം മാറിപ്പോ. അത്രയ്ക്ക് സുന്ദരമായ കൊട്ടാരമാണ് ഈ പരീക്ഷത്തിൻ്റെ. അവിടെ ചെന്ന് നരശ്രേഷ്ഠനെ രാജാവിനെ കണ്ടിട്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച് അളവൻ തന്നെത്താൻ സമ്മാനിച്ചിങ്ങിരുത്തി. അപ്പോൾ അദ്ദേഹത്തിനെ ചെന്നയാളിനെ സമ്മാനം നന്നായി സൽക്കരിച്ചങ്ങ് ഇരുത്തി നമസ്കരിച്ച് ഒരു പ്രത്യർത്ഥം ചൊന്നാൻ. ഗുരു പറഞ്ഞു വിട്ട കാര്യങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു. രാജാവിനോട് ചെന്നപ്പോഴേ രാജാവ് സൽക്കരിച്ചവിടെ ഇരുത്തി. അദ്ദേഹം ഇവിടുന്ന് പറഞ്ഞു വിട്ട കാര്യങ്ങളെല്ലാം ശിഷ്യൻ ചെന്ന് പറഞ്ഞു. മുന്നമേ അപ്പം രാജാവ് എന്താണ് പറഞ്ഞത്? മുന്നമേ മരിച്ചിരിപ്പോരു ഞാൻ ജഗന്നാഥൻ തന്നെ അനുഗ്രഹത്തിനാൽ ജീവിച്ചേ ഇത്ര നാളും. നമ്മളും ഇങ്ങനെ പറയണം, നമ്മളും ഭഗവാനെ ഇത്രത്തോളം നമ്മൾ ജീവിച്ചു, ഇന്നുവരെയും ഒരു ഭഗവാൻ ഇത്രത്തോളം കാരുണ്യത്തോടെ നമ്മളെ ജീവിപ്പിച്ചു. അത് തന്നെ ധാരാളം നമ്മൾ നന്ദി പറയണം. ഇവിടെ രാജാവ് കേട്ടിട്ട് ദുഃഖിച്ചില്ല. രാജാവ് എന്താ പറഞ്ഞത്? ഇത്രയും ഞാൻ ജനിക്കുന്ന മുന്നേ തന്നെ മരിച്ചവനാണ്. കാരണം അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴാണല്ലോ ബ്രഹ്മാസ്ത്രം വന്ന് അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നല്ലോ മൂടി രക്ഷിച്ചത് വെച്ചത്. അപ്പോൾ അന്നേ ഭഗവാൻ രക്ഷിച്ചില്ലെങ്കിൽ അന്നേ ഞാൻ മരിച്ചു പോയേനെ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, രാജാവ് പറയുന്നു, മുന്നമേ പണ്ടേ മരിച്ചിരിപ്പോരു ഞാൻ ജഗന്നാഥൻ തന്നെ അനുഗ്രഹത്താൽ, ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ ജീവിച്ചേ എത്ര നാളും 66 വത്സരമായില്ലേ. ഇന്നിനി മതി അത് എന്നുടെ പരമാത്മാ തന്നെ നിയോഗത്തിൽ എന്തു സങ്കടം മുനി. എനിക്കിത്രയും മതി. അതിന് ഭഗവാൻ പരമാത്മാവിന് ഇങ്ങനെയാണ് എന്നോട് ആ ഭഗവാന്റെ നിയോഗമാണെങ്കിൽ എനിക്ക് എന്തിനാ സങ്കടം? എന്തൊരു നല്ലൊരു മനുഷ്യനാ രാജാവ്, ഒന്ന് ആലോചിച്ച് നോക്ക്. വല്ല ദുഃഖമോ വല്ല വിഷമോ ഉണ്ടോ? അത്രയും നാൾ കിട്ടിയ ആ ഒരു സന്തോഷം, ആ ഒരു ആനന്ദം, ഗർഭത്തിൽ കിടന്നപ്പോഴേ മരിക്കേണ്ട ഞാനാണ്, എന്നെ കൃഷ്ണൻ പരമാത്മാവായ ഭഗവാൻ നാരായണൻ കൃഷ്ണൻ രക്ഷിച്ച് ഇത്രത്തോളം ആയില്ലേ. ഇനി എനിക്ക് അവിടുത്തെ നിയോഗം, ഭഗവാന്റെ നിയോഗം ഇങ്ങനെ ആണെങ്കിൽ പിന്നെ എന്തിനാ സങ്കടം മുനി? ആ ശിഷ്യനോട് പറഞ്ഞു. നന്നതോ മരണമുണ്ട് ഇന്ന നാൾ ഇനി നിനക്ക് എന്നത് മഹാത്മാവിനെ എന്നോടങ്ങ് അറിയിപ്പാൻ തന്നുള്ളിൽ ഉദിച്ചത് ഈശ്വരാധീനം. ഇങ്ങനെ ശാപം വന്നത് എന്നെ ഇങ്ങനെ അറിയിക്കാൻ തോന്നി ആ മഹാത്മാവിന് എത്രമാത്രം സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത് അറിയിച്ചതാണ് അത്രയും സന്തോഷം. കാരണം ഇദ്ദേഹം അറിയാതെ കടന്നുപോയാൽ എന്ത് വരും?
അറിയാതെ കിടന്ന് പാമ്പ് കടിച്ച് മരിക്കും. പക്ഷെ അദ്ദേഹം അറിയിച്ചതുകൊണ്ട് അതിൻ്റെ പരിഹാരം ഇദ്ദേഹം കാണുന്നു. അതുകൊണ്ടാണ് നന്നത് മരണം. അപ്പോൾ എനിക്ക് എന്തിനാ വിഷം? ഭഗവാന്റെ ഇംഗിതം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനു സങ്കടപ്പെടണം മുനി? ഞാൻ ഇത്ര നാളും ഇത്ര സുഖത്തോടെ ഞാൻ ജീവിച്ചില്ലേ, ഇനി ഇത് മതി, നന്ന് അത് മരണമുണ്ട് ഇന്ന നാളിനി എന്ന് ഈ മഹാത്മാവിനെ എന്നോടിങ്ങനെ അറിയിപ്പാൻ തന്നുള്ളിൽ ഉദിച്ചത്, ഇങ്ങനെ ഒരു ശിഷ്യനെ വിട്ടിങ്ങനെ അറിയിച്ചത് ഈശ്വരാധീനം, അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. കാരണം അത് ഭഗവാൻ കൃഷ്ണൻ തന്നെ കാത്തോളും. കാരണം പരീക്ഷത്ത് ആരാ? ഭഗവത് ഭക്തനല്ലേ? അതുമല്ല അർജുനൻ്റെ കൊച്ചുമകനല്ലേ? അർജുനൻ ആരാ? ഭഗവാന്റെ അത്രമാത്രം പ്രിയ ശിഷ്യൻ്റെ കുട്ടിയല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ പാണ്ഡവരെല്ലാം ഭഗവാന്റെ സ്വന്തനും അതായത് അപ്പച്ചയുടെ മക്കളുമാണ്. കൂടാതെ പരമഭക്തന്മാരും ധർമ്മേശ്വരും എല്ലാം നല്ല നല്ല കുടുംബമല്ലേ? അപ്പം ഭഗവാൻ അതിൽ കഴിഞ്ഞ് ആരാ ഉള്ളത്? അർജുനെ പോലെ അവരുടെ കുഞ്ഞുമകനാ, അർജുനൻ്റെ മകൻ്റെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും അത് ഈശ്വരാധീനം തന്നെന്ന് അറിയാം. അല്ലെങ്കിൽ ഇങ്ങനെ മറ്റാർക്കും ഇത് കിട്ടത്തില്ല. ഒരു ശാപം വന്നാൽ അറിയത്തോലുമില്ല. ഇത് ഭക്തനായതുകൊണ്ടാണ് ഈ മുനിക്ക് അദ്ദേഹത്തെ അറിയിക്കണം തോന്നി. അവിടെ ശിഷ്യനെ വിട്ടു, അറിയിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാവിന് എന്നോട് അങ്ങ് അറിയിപ്പാൻ തന്നുള്ളിൽ ഉദിച്ചത് ഈശ്വരാധീനം. ഈശ്വരാധീനം നമുക്കെന്നങ്ങ് ഇരിക്കലും അതിനൊന്ന് ചെയ്യണം ഭവാൻ. എന്നാലും അതിനെനിക്കൊരു കാര്യം ചെയ്തു തരണം. ചെന്നുടൻ മുനിവരന്മാരോട് പരലോകത്തിന് അടിയനും മേലിൽ നല്ലത് വരും വണ്ണം ഖിന്നത ഒഴിഞ്ഞനുഗ്രഹിപ്പാൻ നർത്തിക്ക് എന്ന അന്യൂനാദരം മുനി ശിഷ്യനെ പറഞ്ഞുടൻ. അങ്ങനെ ഈ മുനിയുടെ ശിഷ്യനോട് പറഞ്ഞു വിട്ടു, എനിക്കിനി മേലിൽ ഇനി ഈശ്വരങ്കിലേക്ക് എത്താനുള്ള അതിനുള്ള ഖിന്നതയെല്ലാം എൻ്റെ വിഷമങ്ങളെല്ലാം ഒഴിച്ച് എന്നെ അനുഗ്രഹിക്കാൻ ഉണർത്തിക്കണം. അങ്ങനെ അതിനെന്താ വേണ്ടത് അത് ചെന്ന് പറയണം. ആദരം അന്യൂനാദരം മുനി ശിഷ്യനെ പറഞ്ഞുടൻ വന്ദനപൂർവം ക്ഷമാ നമസ്കാര അഭ്യർച്ചന ആനന്ദ സാധനങ്ങൾ കൊണ്ട് അന്യൂനാദര ഭക്തിയാ തന്നെയും പരനെയും ഒന്നായി കണ്ടവനീശൻ. അങ്ങനെ പരനച്ചാര പരമാത്മാവ്. അപ്പോൾ പരബ്രഹ്മത്തിലേക്ക് എത്താൻ പരനെന്ന് പറയാം, അതായത് പരലോകം എന്ന് പറയാം പരമാത്മാവിൻ്റെ അടുക്കിലേക്കെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നന്നായി സൽക്കരിച്ച് അദ്ദേഹത്തിന് വന്ദനമൊക്കെ ചെയ്ത് ഇതെല്ലാം ഈ കഴിഞ്ഞ പൂർവ്വം ഇതെല്ലാം ക്ഷമിക്കെന്ന് നമസ്കരിച്ച് അഭ്യർത്ഥിച്ചിട്ട് നല്ല സാധനങ്ങൾ കൊണ്ട് ആദരവോട് ഭക്തി എന്തൊക്കെ സ്വീകരിച്ച് നന്നായി എല്ലാം കൊടുത്ത് ഭക്തിയാ തന്നെയും പരനെയും ഒന്നായി കണ്ടവനീശൻ. അപ്പോൾ ഇവരെല്ലാം പരമാത്മാവായെന്ന് ഈശ്വരനെന്ന് കണ്ട് ആ വന്ന ശിഷ്യനെയും ഇവർ രണ്ടുപേരും തന്നെയും പരനെയും ഒന്നായി കണ്ടവൻ ഈശൻ. പിന്നെയും നമസ്കരിച്ച് അഞ്ജലി ഹസ്തത്തോടെ വന്ദനപൂർവം പരിചോടയച്ചനന്തരം. അങ്ങനെ ഈ ശിഷ്യനെ നന്നായി സൽക്കരിച്ച് ക്ഷമിച്ചു. ഇതെല്ലാം മുനിയോട് പറയണം. എനിക്കിനി ഭാവിയിൽ എന്താണ് വേണ്ടത്, എൻ്റെ പരമാത്മാവിൻ്റെ പരബ്രഹ്മത്തിൻ്റെ അടുക്കലേക്ക് എത്താനുള്ള വഴിയും ഒക്കെ എനിക്ക് പറഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെന്ന് ഉണർത്തിച്ച് പറയണം മഹാമുനിയടുത്ത് എന്ന് പറഞ്ഞു വിട്ടു. വന്ദനപൂർവം പരിചോടയച്ചനന്തരം മന്ദമെന്നിയേ മനക്കർണിക അഗ്ര അന്തർഭാഗേ തന്നുള്ളിൽ സകലാത്മാ തന്നെയും ധ്യാനിച്ചുകൊണ്ട് ഉന്നത ഭക്തിയാ രാജ്യ ഐശ്വര്യാദി സമസ്തവും പുത്രങ്കൽ സമർപ്പിച്ചങ്ങ് ഏഷണത്രയങ്ങളും നിത്യരാഗാദികളും തെക്കുദ്വാമി സമുദ്രുതം. അതായത് വന്ദനപൂർവ്വം അദ്ദേഹത്തിനെ പറഞ്ഞയച്ചിട്ട് മന്ദമെന്നിയേ അതൊക്കെ മനക്കർണിക അഗ്ര അന്തർഭാഗി അത് ധ്യാനിച്ച് അന്തർഭാഗം അതാ യഥാർത്ഥത്തിൽ ധ്യാനിക്കേണ്ട രീതിയിൽ തന്നെ ഇത് ധ്യാനിച്ച് സകലാത്മാ തന്നെയും തന്നുള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ഉന്നത ഭക്തിയ രാജ്യ ഐശ്വര്യാദി സമസ്തവും പുത്രങ്കൽ സമർപ്പിച്ച് ഏഷണത്രയം സർവ്വകാര്യങ്ങളും എന്തൊക്കെ ഈ ലോകത്ത് എന്തൊക്കെ വേണ്ട അതെല്ലാം തിരിച്ചു എല്ലാം വേണ്ടുന്ന രാജ്യഭാഗങ്ങളെ പുത്രനെ ഏൽപ്പിച്ച് നിത്യരാഗാദികളും തെക്കുദ്വാപി സവിദ്രുതം നിത്യ എന്തൊക്കെയാ ആഗ്രഹങ്ങൾ വേണ്ടത് ചെയ്യുക അതെല്ലാം ത്യജിച്ചു. തെക്കുദ്വാപി സവിദ്രുതം വിഗ്രഹം മാത്രം പരിഗ്രഹിച്ചു. വിഗ്രഹം അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രം, ബാക്കിയെല്ലാം ഉപേക്ഷിച്ചു. ആ ശരീരം മാത്രം എടുത്ത് കളയാൻ പറ്റൂലല്ലോ. വിഗ്രഹം മാത്രം പരിഗ്രഹിച്ചു. സംഘങ്ങൾ തന്നെ ഉൾക്കാമ്പിൽ ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ദക്ഷകൻ വന്നു ദംശിച്ചിടായ്വാൻ ആകും വണ്ണം രക്ഷകൾ സിദ്ധ ഔഷധ മന്ത്രയന്ത്രാദ്യങ്ങളാൽ തക്ഷണേ ചെയ്യിപ്പിച്ചു. യാങ്കുലീക ആഢ്യന്മാരാം ഇക്ഷിതീസുരന്മാരോടൊത്തുടൻ പിരിയാതെ തക്ഷണേ മൃത്യുഞ്ജയ ജപങ്ങൾ കർമ്മങ്ങളും
അത്തരം ഹോമങ്ങളും കൃത്വാ ദക്ഷിണകളും വിപ്രസദ്യാദികളും ഓരോരോ വിധം ക്രമാൽ ഉൽപ്പന്ന ആനന്ദചിത്തനായി തുടങ്ങിനാൻ മേന്മേൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അദ്ദേഹം അതിന് വേണ്ടുന്ന തയ്യാറെടുക്കുന്നു. ധ്യാനവും ജപവും, പിന്നെ വൈദ്യന്മാർ തക്ഷകൻ തീണ്ടിയാലുള്ള അതിന് ജാങ്കുലീക ആഢ്യന്മാർ, വിഷവൈദ്യന്മാർ എല്ലാവരും മൃത്യുഞ്ജയ ജപങ്ങൾ, കർമ്മങ്ങൾ, ഹോമങ്ങൾ ഇതെല്ലാം നടത്തുന്നു. വിപ്രന്മാർക്ക് സദ്യകൾ, എല്ലാ വിപ്രന്മാർ ബ്രാഹ്മണർക്കെല്ലാം സദ്യകൾ ഇതെല്ലാം ചെയ്യുന്നു. ധ്യാന ജപങ്ങളെല്ലാം നടത്തിക്കൊണ്ട് നമുക്ക് നാളെ വായിക്കാൻ ബാക്കി. എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു മകള് പറഞ്ഞില്ലാതെ ഞാനിതൊന്ന് വായിച്ചങ്ങ് പോയേനെ. കാരണം ഇത് ആ മകൾ എനിക്ക് കൂടെ എനിക്കൊരു ഗുരുവാകുന്നുണ്ട്. എനിക്ക് വേണ്ടുന്നത് അതങ്ങനെ നമുക്കല്ലാതെ അറിയില്ല, ആരും പറയാനൊരു ഗുരു ഇല്ലല്ലോ. അപ്പോൾ ഭഗവാൻ വേറൊരാൾ കൂടെ എന്നോട് ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാനിത് പറയാതെ, കാരണം ഇതിനകത്ത് പല മക്കളും കേൾക്കാൻ പുതിയതായിട്ട് വരുമ്പോൾ അവർക്കൊന്നും മനസ്സിലാക്കണ്ടേ. ഞാനിത് പഴയ മക്കൾ മാത്രം അല്ലല്ലോ, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. അപ്പോൾ എനിക്കതിനെ ഒന്ന് ഓർമ്മിപ്പിച്ച് തന്നൊരു മകള്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. എനിക്ക് ആ മകള് ഇനി അർത്ഥം പറയുന്നത് എങ്ങനെ, എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ, എനിക്ക് സുഖമില്ലാത്തതാണല്ലോ എന്നെൻ്റെ അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നത് ഇത് ഞാൻ പറയിപ്പിച്ചതാണ് ആ കുട്ടിയെ കൊണ്ട്, നീ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന്. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ആ കുട്ടിക്കും എൻ്റെ വിനീതമായ പ്രണാമം. ആ കുട്ടിയിൽ കൂടി ഭഗവാൻ അനുഗ്രഹത്തിൽ ഇങ്ങനെ പല പല കാര്യങ്ങളും അതിൽ കൂടി എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല എന്താ എങ്ങനെ ചെയ്യണം, കാരണം ഞാൻ ശീലിച്ചിട്ടില്ലല്ലോ ഒന്നും. അതുകൊണ്ട് ഹരി ഓം ഹരി ഓം ഹരി ഓം.